ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പഴംപൊരി. പക്ഷേ നമ്മളിവിടെ ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രിക്ക് എന്താണെന്നാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പഴംപൊരി കിട്ടാൻ റവയും പിന്നെ ദോശമാവൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നില്ല. പക്ഷേ ചെറിയൊരു ട്രിക്ക്. അപ്പോൾ ആ ചെറിയ ട്രിക്ക് എന്താണെന്ന് കാണാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമുക്കറിയാം പഴംപൊരിയും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കോമ്പിനേഷൻ ഞാനും കണ്ടുപിടിച്ചു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് എനിക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചായി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് കുറേ വെള്ളം എടുത്ത് ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് അതിൻ്റെ പാകത്തിന് നമുക്ക് പഴം മുക്കി പൊരിച്ചെടുക്കാനുള്ള പാകത്തിന് വേണ്ടുന്ന മാവ് തയ്യാറാക്കിയെടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം കേട്ടോ. നമ്മൾ അന്നേരം മുതൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ മാവ് പാകത്തിനായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ട്രിക്ക് ഇതാണ് കേട്ടോ. ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കലക്കി അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ ഒരു പാകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും നമ്മുടെ നേരത്തെ വെച്ചാത്ത പഞ്ചസാരയുടെ മധുരമോ ഒക്കെ നോക്കാം. അതുപോലെ തന്നെ മഞ്ഞൾ പൊടി കുറവാണെങ്കിൽ അതൊക്കെ ചേർത്ത് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷവും വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല അത്രയും ടൈം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യും. നമുക്ക് എത്രത്തോളം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു 3-4 മണിക്കൂർ, രണ്ടാമത്തെ ട്രിക്ക് അതാണ്, ഒരു 4-5 മണിക്കൂർ നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കാം. അഥവാ മാറ്റി വെക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത ടൈം ഒന്നും കൂടി ഒന്ന് കൂട്ടിയാൽ മതി. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ഇതില്ലേ, അതൊരു 20-25 മിനിറ്റൊക്കെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ആ മാറ്റി വെക്കുന്നതിൻ്റെ അത്ര ഇത് കിട്ടില്ലെങ്കിലും കുറച്ചൊക്കെയുള്ള നമുക്ക് നല്ല മാവ് പൊങ്ങി വരാനുള്ള പരുവത്തിൽ കിട്ടും. പക്ഷെ കഴിയുന്നതും ഒരു 4-5 മണിക്കൂർ ബാറ്റർ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെ ബാറ്റർ മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 4-5 മണിക്കൂർ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ 4-5 മണിക്കൂറിന് ശേഷം നമ്മളിനി ബനാന ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാറ്റർ ഈ ഒരു ഇതിലാണ് ഉള്ളത്. ഒരു 5 മണിക്കൂറിന് ശേഷം കാണുമ്പോൾ ബാറ്റർ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിനും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലോണം പഴുത്ത പഴമാണ് നമ്മൾ എന്നും ഫ്രൈ ചെയ്യുമ്പോൾ നല്ലത്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരെ പകുതിയാക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പമൊക്കെ തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്ന് ഒരു 5-6 പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളവിടെ
ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് പഴവും ഈ ബാറ്ററും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബനാന ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണയുടെ ചൂട് ഒന്നും ഒരേ ഇതിൽ നിൽക്കണം. കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അന്നേരം നമ്മളെ ബനാന ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂട് നിലനിർത്തിക്കൊണ്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഒരു ഭാഗം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കോരി എടുക്കുമ്പം ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരി എടുത്താൽ മതി. അപ്പോൾ എണ്ണ കുടിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ കിട്ടണമെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബാച്ച് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിനി രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബനാന നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റിൽ നമുക്കൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ഓരോന്നും ആക്കിയിട്ട് നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രിക്ക് ഇതാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളെ കോംബോ പറഞ്ഞില്ല അല്ലേ? കോംബോ നമ്മുടെ പഴംപൊരിയും ബട്ടർ ചിക്കനും നല്ല കോമ്പിനേഷനാണ്. ഞാനൊന്ന് ചുമ്മാ കഴിച്ചു നോക്കിയതാണ്. പക്ഷേ അടാറ് എന്ന് പറയേണ്ടി വരും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം റെസിപ്പിയും അതുപോലെ തന്നെ കോംബോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് പറയുന്നതിന് മുമ്പേ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, അതുപോലെ തന്നെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ബായ്. Share the taste, share the happiness. Thanks for watching.